ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുതിയൊരു ഭാഷ പഠിക്കുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പ് ടീഡ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ പ്രധാനമായിട്ടും 3 ഭാഷകളാണ് പഠിപ്പിക്കുന്നത്. അതായത് സ്പാനിഷ്, ജാപ്പനീസ്, കൊറിയൻ. ഈ 3 ഭാഷകളാണ് ഈ ആപ്പിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എത്രത്തോളം യൂണിറ്റുകൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പ്രധാനമായിട്ടും സ്പാനിഷ്, ജാപ്പനീസ് എന്നീ 2 ഭാഷകളാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 ഭാഷകളും നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേ നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇതിൽ ഓരോ യൂണിറ്റുകളും തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ആദ്യം നമുക്ക് കൊറിയൻ ഭാഷയിൽ മറ്റു ഭാഷയിലേക്കാളും കൂടുതൽ ഇതിൽ നൽകിയിട്ടുള്ളൊരു ഫീച്ചർ എന്നത് സ്റ്റോറീസാണ്. കാരണം ഈ ആപ്പ് തുടങ്ങിയത് തന്നെ കൊറിയൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീടാണ് മറ്റ് 2 ഭാഷകളും ഇതിലേക്ക് ചേർന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ ദിവസവും ഓരോ കീയാണ് നമുക്കിതിലേക്ക് ലഭിക്കുന്നത്. ആ കീ ഉപയോഗിച്ച് നമുക്ക് ഓരോ യൂണിറ്റ് അൺലോക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ പ്രീമിയം പ്ലാൻ എടുത്താൽ മാത്രമേ, അതായത് 12 മന്തിന് 1600 രൂപയാണ് വരുന്നത്. അങ്ങനെ 1 മന്തിൻ്റെ പ്ലാനും ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർന്നുകൊണ്ട് അൺലിമിറ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ എൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പാനിഷാണ്. സ്പാനിഷ് നമുക്കൊരു യൂണിറ്റ് തുറക്കാം. സ്പാനിഷിൽ നമ്മൾ വായിക്കുന്നതിന് ലേർ എന്നാ പറയുക. അതുപോലെ ചെയ്യുന്നതിന് എൻട്രനാർ. ഇങ്ങനെ ഓരോ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറേ വാക്കുകളും വൊക്കാബുലറീസ് നമുക്ക് പഠിക്കാം. എൻട്രനാർ. സോറി ഗൈസ്, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. നിങ്ങൾക്കത് ഇറിറ്റേറ്റ് ആകുമെന്ന് എനിക്കറിയാം, നിങ്ങൾ ക്ഷമിക്കുക. ബൈലാർ. നീന്തുന്നതിന് നദാർ എന്ന് പറയുന്നു. നദാർ. ഇങ്ങനെ വൊക്കാബുലറീസ് ഫ്ലാഷ് കാർഡ് ആക്കിക്കൊണ്ടും നമുക്ക് പഠിക്കാവുന്നതാണ്. leer, bailar, bailar. അതെ, ഇതിൽ ഓരോ സ്ട്രീക്ക് നമുക്ക് കാണാൻ കഴിയും. അതായത് ഡെയിലി സ്ട്രീക്ക് ഇതിലുണ്ട്. ഓരോ ദിവസവും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രീക്ക് രൂപാന്തരപ്പെടുന്നു. നമുക്കൊരു ആക്ടിവിറ്റി തുറക്കാം. Hola, ¿cómo estamos hoy? How's it going? You've come a ഒരു long വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? way. And now it's time to start expressing what you actually like, because your opinion matters to you as a subject. Gusta comes from gustar, which means to be pleasing, and hacer means to do. We know this already. So, ¿qué te gusta hacer? Literally means what is pleasing to you to do, or simply, what do you like to do? Try asking now. ¿Qué te gusta hacer? ¿Qué te gusta hacer? Me gusta leer. ലൈവ് ഇൻട്രാക്ട് നോക്കിയാലോ? ഇതിൽ നമുക്ക് നേരിട്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഡെയിലി കോൺവെർസേഷനാണ് പറയുന്നത്. Me gusta bailar. Vamos a bailar.